ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇജു പ്ലസ് അക്കാഡമി. ഇന്ന് നമ്മൾ പ്ലസ് ടുവിൻ്റെ ബിസിനസ് സ്റ്റഡീസിൻ്റെ 8th ചാപ്റ്ററായ സെൽഫ് എംപ്ലോയ്മെൻറ്റ് അഥവാ സ്വയം തൊഴിൽ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് സെൽഫ് എംപ്ലോയ്മെൻറ്റിന്, മീനിങ് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, ഫീച്ചേഴ്സ് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, അവന്യൂസ് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, അതുകൂടാതെ സ്മോൾ ബിസിനസ് എന്താണ്, വാട്ട് യു മീൻ ബൈ സ്മോൾ ബിസിനസ്, ടൈപ്സ് ഓഫ് സ്മോൾ ബിസിനസ്സസ്, പിന്നെ നമ്മുടെ ഇന്ത്യയിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതുമായ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. വാട്ട് ഡു യു മീൻ ബൈ സെൽഫ് എംപ്ലോയ്മെൻറ്റ് അഥവാ സ്വയം തൊഴിൽ എന്നാൽ എന്ത്? ഒരു വ്യക്തി ഏതെങ്കിലും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അത് അയാളുടെ സ്വന്തം ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമായി നടത്തുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ സ്വയം തൊഴിൽ എന്ന് പറയാം. എന്താണ്? When an individual engage in any economic activity and manage it on his own, it is known as a self-employment. ഒരു വ്യക്തിയായിരിക്കും അതിലുണ്ടാവുക. അയാൾ അവരുടെ ഒരു സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അത് അയാളുടെ സ്വന്തം ഉടമസ്ഥതയിലും അത് കൺട്രോൾ ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും മാനേജ് ചെയ്യുന്നതും ഒക്കെ ആരാണ്? ആ ഒരു വ്യക്തിയായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു ബിസിനസ്സിനെയാണ് അഥവാ ഇത്തരത്തിലുള്ള ഒരു തൊഴിലിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു വ്യക്തി ആയിരിക്കും, അത് മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ആ ഒരു വ്യക്തിയായിരിക്കും, അത് അവരുടെ ഉടമസ്ഥതയിലായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ഇടപാട്, സാമ്പത്തിക പ്രവർത്തനങ്ങളെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. ഓക്കെ, സ്വയം തൊഴിലിൻ്റെ നെക്സ്റ്റ് എന്താണ്? നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ആദ്യത്തെ പ്രത്യേകത, ഒരാൾ സ്വന്തം ഉപജീവനമാർഗം എന്നോണം സ്വന്തം ഉടമസ്ഥതയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. സെക്കൻഡ് വൺ, വ്യാപാരത്തിൽ നിന്നുള്ള നഷ്ടം പൂർണ്ണമായും ഉടമസ്ഥൻ തന്നെ വഹിക്കണം. തേർഡ് വൺ, വ്യാപാരം തുടങ്ങാൻ ഉടമസ്ഥൻ്റെ കൈവശം ഒരു നിശ്ചിത തുകയുടെ മൂലധനം ആവശ്യമാണ്. ഓക്കെ, ഇതൊക്കെയാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ സ്വന്തം ഉപജീവനമാർഗം എന്നോണാണ് ഈ സ്വന്തമായിട്ട് ഉടമസ്ഥതയിൽ ചെയ്യുന്നൊരു പ്രവർത്തനമാണിത്. ഇവിടെ സ്വന്തം ഉടമസ്ഥതയിലാണ്. സെക്കൻഡ് വൺ എന്താണ്? ഇതിൽ നിന്നുള്ള ഏതൊരു തരത്തിലുള്ള നഷ്ടമാണെങ്കിലും ഒക്കെ അത് വഹിക്കാൻ ബാധ്യസ്ഥൻ ആരാണ്? ആ ഉടമസ്ഥൻ തന്നെയാണ്. ഇത് വഹിക്കാനുള്ള അതിൻ്റെ ബാധ്യസ്ഥതയുള്ളത് അവർക്ക് തന്നെയാണ്. തേർഡ് വൺ, ഈ വ്യാപാരം തുടങ്ങാൻ കുറച്ചൊരു മൂലധനത്തിൻ്റെ ആവശ്യമുണ്ട്. ചെറിയൊരു പീഡപ്പ് ക്യാപിറ്റൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിനാവശ്യമാണ്. നമ്മളിപ്പോൾ വേറൊരു ജോലിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ് ചെയ്യുന്ന പാർട്ട്നേഴ്സൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇറക്കേണ്ടതുണ്ട്, പീഡപ്പ് ക്യാപിറ്റൽ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയൊരു എമൗണ്ട്, ഒരു നിശ്ചിത തുക, ഒരു ചെറിയൊരു മൂലധനം മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? ടേക്ക് ഓൾ ടൈപ്സ് ഓഫ് റിസ്ക്. ഒരു ഉടമസ്ഥൻ എന്ന നിലയ്ക്ക് അയാൾ എല്ലാ ടൈപ്പ് റിസ്ക്സും എടുക്കും. പിന്നെന്താണ്? പുട്ട് ഇൻ ദെയർ ബെസ്റ്റ് എഫേർട്ട്. ഇപ്പോൾ നമ്മുടെ ഒരു സ്ഥാപനമാണെങ്കിൽ നമ്മൾ അതിൻ്റെ എല്ലാ എഫേർട്ടും എടുത്തിട്ട് അത് സക്സസ് ആവണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണല്ലോ ചെയ്യുക. അപ്പോൾ നമ്മുടെ കൂടെ സപ്പോർട്ടിനും അസിസ്റ്റൻസിനും വേറെ ആരുമില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അസിസ്റ്റൻസിനെ വെക്കാം, വിത്ത് ഓർ വിത്തൗട്ട് സം അസിസ്റ്റൻസ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റിലൂടെ നമുക്ക് ഒരു ഹെൽപ്പിന് വേറെ ആരെങ്കിലും അസിസ്റ്റൻസിനൊക്കെ വെക്കാം. പക്ഷേ പൊതുവേ അങ്ങനെ ആരും ചെയ്യാറില്ല, ചിലർക്ക് വേണമെങ്കിൽ വെക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ അവർക്കൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും അതിൽ. പക്ഷേ നമ്മുടെ സ്ഥാപനം എന്ന നിലയ്ക്ക് നമ്മളത് മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഏറ്റവും ബെറ്റർ ആക്കും. അതൊക്കെ അതിൻ്റെ ഫീച്ചേഴ്സാണ്. പിന്നെ എന്താണ്? എൻറ്റയർ ഏർണിങ്സ് ഗോസ് ടു ദം. അതിൻ്റെ എല്ലാ ഏർണിങ്സും, അതിൻ്റെ ഒരു പ്രോഫിറ്റ് ആണെങ്കിലും എല്ലാ ഏർണിങ്സും അവർക്ക് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ പേഴ്സൺ. ഒരാളാണത് ഓൺ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് ആ ഒരൊറ്റ പേഴ്സൺ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ പ്രത്യേകതകൾ. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻസ് നോക്കാം, എന്തൊക്കെയാണ് പ്രാധാന്യം എന്നുള്ളത് നോക്കാം. ചെറുകിട വ്യാപാരത്തിൻ്റെ വളർച്ച, സമ്പാദ്യത്തിൻ്റെ വ്യാപ്തി, സേവനങ്ങളുടെ ഗുണനിലവാരം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, വൻകിട വ്യവസായങ്ങൾക്കുള്ള ബദൽ, ഉപരിപഠനത്തിന് കഴിയാത്തവർക്കുള്ള അവസരങ്ങൾ. ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ ചെറുകിട വ്യാപാരത്തിൻ്റെ വളർച്ച. ഇതൊരു ചെറുകിടമായിട്ടുള്ള വ്യാപാരമാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെറുകിട വ്യാപാരത്തിൻ്റെ ഒരു വളർച്ച, അതിനൊരു ഗ്രോത്ത് ഉണ്ടാവുകയാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക്. സെക്കൻഡ് വൺ, സമ്പാദ്യത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ വ്യാപ്തി കൂടുകയാണ്. തേർഡ് വൺ, സേവനങ്ങളുടെ ഗുണനിലവാരം. ഫോർത്ത് വൺ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റിലൂടെ തൊഴിലില്ലാത്ത ആളുകൾക്ക്, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ അവർക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ട്. ഫിഫ്ത്ത് വൺ, വൻകിട വ്യവസായങ്ങൾക്കുള്ള ബദൽ. വൻകിട വ്യവസായങ്ങൾക്കുള്ള ഒരു ബദലായിട്ടാണ് നമ്മൾ ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റിനെ കാണുന്നത്. പിന്നെ ഉപരിപഠനത്തിന് കഴിയാത്തവർക്കുള്ള അവസരങ്ങൾ. ഉപരിപഠനത്തിന് കഴിഞ്ഞിട്ട് ഒരു
ഉപരിപഠനം കംപ്ലീറ്റ് ചെയ്യാനോ ഉപരിപഠനത്തിന് പോകാനോ പറ്റാത്ത ആളുകൾക്ക് അവരുടെ സ്കില്ല് ഉപയോഗിച്ചിട്ട് അവർക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റിലൂടെ അവർക്ക് ജീവിക്കാൻ പറ്റും. അവർക്ക് ഈ ഒരു ജോലി ചെയ്യണം എന്നൊരു നിർബന്ധവുമില്ല. അവർക്ക് പഠിച്ച ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പോൾ അവരൊരു സ്കിൽഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കിൽ അവർക്ക് ആ ഒരു സ്കില്ല് ഉപയോഗിച്ചിട്ട് ഈ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റിലൂടെ അവർക്ക് ജോലി ചെയ്യാം. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്മോൾ ബിസിനസ് എന്താണെന്നാണ്. വാട്ട് യു മീൻ ബൈ സ്മോൾ ബിസിനസ്? ഓക്കെ, ചെറുകിട വ്യാപാരം അഥവാ സ്മോൾ ബിസിനസ് എന്താണെന്ന് നോക്കാം. ചെറുകിട വ്യാപാര സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വളരെ കുറഞ്ഞ മൂലധന നിക്ഷേപമേ ആവശ്യമായി വരുന്നുള്ളൂ. ഇവ രൂപീകരിക്കാൻ എളുപ്പവുമാണ്. ഇതിൻ്റെ മേൽനോട്ടവും നിയന്ത്രണവും ഒന്നോ അല്ലെങ്കിൽ കുറച്ചു പേരുള്ള നിക്ഷിപ്തമായിരിക്കും. ദൈനംദിന കാര്യങ്ങളിൽ ഉടമസ്ഥൻ്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നു. പ്രവർത്തന പരിധി വളരെ പരിമിതമായിരിക്കും. ഫലം കിട്ടുന്നതിന് വളരെ കാലം നോക്കി നിൽക്കേണ്ടതില്ല. ചെറുകിട വ്യവസായം, കുടിൽ വ്യവസായം, ചെറുകിട കൃഷി, തൊഴിൽ, കല, കരകൗശല വ്യവസായം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഓക്കെ, എന്താണ് ചെറുകിട വ്യവസായം എന്ന് പറഞ്ഞാൽ? സ്മോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ ചെറുകിട വ്യാപാര സംരംഭങ്ങൾ തുടങ്ങുന്നതിനൊക്കെ വളരെ കുറഞ്ഞൊരു മൂലധനത്തിൻ്റെ നിക്ഷേപം ആവശ്യം വരുന്നുള്ളൂ. മറ്റൊരു ബിസിനസ് ഫേംസിനെയോ മറ്റൊരു കമ്പനി ഫോം ചെയ്യുന്നതോ പോലെയല്ല, ഇതൊരു സ്മോൾ ബിസിനസ്സാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ്സ് വളരെ തുച്ഛമായ തുകയേ ഉള്ളൂ. ചെറിയൊരു നിക്ഷേപം മാത്രം മതി. അതൊരു മെയിൻ പോയിൻ്റാണ്. സ്മോൾ ബിസിനസ്സിൻ്റെ കേസിൽ മൂലധന നിക്ഷേപം നിശ്ചിതമായ ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ എന്ന് ആലോചിക്കാം. നെക്സ്റ്റ്, ഇവ രൂപീകരിക്കാനും എളുപ്പമാണ്. അത് ഫോം ചെയ്യാനും വലിയ പ്രൊസീജിയറോ ഫോർമാലിറ്റീസോ വേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിൽ ഉള്ള ചെറിയ ഒരു ഫോർമാലിറ്റീസേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇവ രൂപീകരിക്കാൻ കമ്പാരിറ്റീവ്ലി മറ്റ് ബിസിനസ് ഫേംസിനെ അപേക്ഷിച്ചിട്ട് എളുപ്പമാണ്. നെക്സ്റ്റ്, ഇതിൻ്റെ ഒരു കീ പോയിൻറ്റ്സ് ആയിട്ട് നിങ്ങൾ നോക്കുക. ഇതിൻ്റെ മേൽനോട്ടവും നിയന്ത്രണവും ഒന്നോ അല്ലെങ്കിൽ കുറച്ച് പേരിൽ നിക്ഷിപ്തമായിരിക്കും. അപ്പം നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ മാനേജ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ സ്മോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അതിൽ ആകെ ചുരുങ്ങിയ ആൾക്കാരെ അംഗസംഖ്യ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ തന്നെയായിരിക്കും ഇതിൻ്റെ ഉടമസ്ഥൻ തന്നെയായിരിക്കും ഇത് മാനേജ് ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ ആ ഒരു കുറച്ച് പേരിൽ. ആ ഒരു ജോലിയെ സംബന്ധിച്ച് ആ ഒരു സ്മോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിട്ടുള്ള ആ ഒരു 3-4 പേരേ ഉണ്ടാവുള്ളൂ അത് കൺട്രോൾ ചെയ്യാനൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ തന്നെയായിരിക്കും ഇതിൻ്റെ മേൽനോട്ടവും നിയന്ത്രണവും ഒക്കെ നടത്തുന്നത്. പിന്നെ ഇതിൻ്റെ ഡെയിലി അഫെയർസ്, ദൈനംദിന കാര്യങ്ങളിൽ ഉടമസ്ഥൻ നേരിട്ട് ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അവരുടെ കയ്യിൽ തന്നെയാണ്, അവരുടെ ഫുൾ കൺട്രോൾ അവരുടെ കയ്യിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഡെയിലി അഫെയർസും കാര്യങ്ങളും എല്ലാം അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. അവർ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് ഡെയിലി ബേസിസിൽ. പിന്നെ ഇതിൻ്റെ പ്രവർത്തന പരിധി വളരെ പരിമിതമായിരിക്കും. ഇതിപ്പോൾ നമ്മുടെ സ്മോൾ ബിസിനസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കോമൺ ആയിട്ട് റോ മെറ്റീരിയൽസ്, ആ ഒരു സ്മോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റോ മെറ്റീരിയൽസും കാര്യങ്ങളും കിട്ടുന്ന ആ ഒരു ഏരിയയിലായിരിക്കും ഈ ബിസിനസ്, അവരുടെ സ്മോൾ ബിസിനസ് അവർ ഫോം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ആ ഒരു പരിമിതമായിരിക്കും. അപ്പോൾ ആ ഒരു ഏരിയയിൽ മാത്രമേ ഇവരുടെ പ്രൊഡക്ട്സ് എത്തിക്കുന്നുണ്ടാവുള്ളൂ. അതുപോലെ ആ ഒരു ലൊക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെ അവർക്ക് റോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു ഭാഗത്തായിരിക്കും. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പ്രവർത്തന പരിധിയും വളരെ പരിമിതമായിരിക്കും. പിന്നെ ഫലം കിട്ടുന്നതിന് വളരെ കാലം നോക്കി നിൽക്കേണ്ടതില്ല. മറ്റൊരു ബിസിനസ് ഫേംസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റ് കിട്ടാൻ നമ്മളത് അത്രയൊരു ഗ്രോത്ത് നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ നമുക്ക് അത് പ്രോഫിറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു സ്മോൾ ബിസിനസ്സിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് അത്രയും ഒരു നീണ്ട കാലത്തോളം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട. നമ്മളിപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ചെറുകിട വ്യവസായമാണ് നമ്മുടേതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്ന ജോലി അത് പെട്ടെന്ന് ഒരാളിലേക്ക് നമ്മളൊരു പ്രൊഡക്ട്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് മറ്റുള്ളവർക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടേണ്ട ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നുണ്ട്. അതിന് കുറേ വർഷങ്ങളോ നാളുകളോ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ടൈം പീരീഡൊക്കെ വളരെ ഷോർട്ടാണ്. വളരെ ഷോർട്ട് ടൈമിൽ തന്നെ നമുക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടിത്തുടങ്ങും. പിന്നെ ബിസിനസ്സിനെ സംബന്ധിച്ച് നമ്മൾ ആ പ്രോഫിറ്റ് നമ്മൾ പെട്ടെന്നൊന്നും എടുക്കില്ല. അത് അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്ത് പോകാനേ നോക്കുള്ളൂ. പക്ഷേ സ്മോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഫലം കിട്ടിത്തുടങ്ങുകയും ചെയ്യും. അതിൻ്റെ വളരെ ആ കാലത്തിൻ്റെ ഗ്യാപ്പ് വരുന്നില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ അതൊരു പോയിൻ്റാണ്, അത് നോക്കുക. പിന്നെ നമുക്ക് ചെറുകിട വ്യവസായം, കുടിൽ വ്യവസായം, ചെറുകിട കൃഷി, തൊഴിൽ, കല, കരകൗശല വ്യവസായം എന്നിവയിൽ ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ സ്മോൾ ബിസിനസ്സിന് എക്സാമ്പിൾസ് ആണ് ഈ ചെറുകിട വ്യവസായങ്ങൾ. കുടിൽ വ്യവസായം, ചെറുകിട കൃഷി, തൊഴിൽ, കല, കരകൗശലം ഇതൊക്കെയാണ് സ്മോൾ ബിസിനസ് ഉൾപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ടൈപ്സ് ഓഫ് സ്മോൾ ബിസിനസ്സസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. എന്താണ് ടൈപ്സ് ഓഫ് സ്മോൾ ബിസിനസ് എന്ന് പറയുന്നത്? First one, small scale industries. Second one, tiny industries. Third one, ancillary industrial undertakings. Fourth one, micro business enterprises.
ഫിഫ്ത്ത് വൺ വില്ലേജ് ഇൻഡസ്ട്രീസ്, സിക്സ്ത് വൺ കോട്ടേജ് ഇൻഡസ്ട്രീസ് ആൻഡ് ലാസ്റ്റ് വൺ സ്മോൾ സ്കെയിൽ സർവീസ് ആൻഡ് ബിസിനസ് എൻ്റർപ്രൈസസ്. ഓക്കെ, ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ടൈപ്സ് ഓഫ് സ്മോൾ ബിസിനസ് ഇത്ര എണ്ണമാണ്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അഥവാ ചെറുകിട വ്യവസായങ്ങൾ. ചെറുകിട വ്യവസായങ്ങൾ എന്താണ്? ഇന്ത്യയുടെ സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിൽ ചെറുകിട വ്യവസായങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ചെറുകിട വ്യവസായങ്ങൾ യന്ത്രങ്ങൾ, പ്ലാന്റുകൾ, വ്യവസായങ്ങൾ എന്നിവയിൽ ഒറ്റത്തവണ നിക്ഷേപം നടത്തുന്നു. അവ ഉടമസ്ഥാവകാശം അടിസ്ഥാനത്തിലായിരിക്കും, വാങ്ങൽ പണയ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇത് 1 കോടി രൂപയിൽ കൂടുവാൻ പാടുള്ളതല്ല. എന്താണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ ഒരു സാമൂഹികവും സാമ്പത്തികമായ വികസനത്തിന്, ഡെവലപ്മെൻറ്റിന് ഈ ചെറുകിട വ്യവസായങ്ങൾ ഒരു മെയിൻ റോള് വഹിക്കുന്നുണ്ട്. ഈ ചെറുകിട വ്യവസായങ്ങളൊക്കെ നമുക്ക് അതിൻ്റെതായ ഗ്രോത്ത് ഉണ്ടാക്കി തരുന്നുണ്ട്. നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ ഉള്ളൊരു വികസനത്തിന് ഇതൊരു അടിത്തറ തന്നെയാണ് ചെറുകിട വ്യവസായങ്ങൾ അഥവാ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ചെറുകിട വ്യവസായങ്ങളുടെ യന്ത്രങ്ങൾ, പ്ലാന്റുകൾ, വ്യവസായങ്ങൾ എന്നിവയിൽ ഒറ്റത്തവണ നിക്ഷേപം നടത്തുള്ളൂ. അവർ ആ ഒരു ഒറ്റത്തവണ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു എമൗണ്ട് വെച്ചിട്ടാണ് അവരവരുടെ പ്ലാന്റ് ആൻഡ് മെഷീനറീസ് എല്ലാം അവർ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു ഒറ്റ തവണ നിക്ഷേപം നടത്തുള്ളൂ. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ കേസിൽ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു വർക്ക് പ്ലേസ് അഥവാ ഫേമിനെയൊക്കെയാണ് നമ്മൾ പ്ലാന്റ് എന്ന് പറയുക. മെഷീനറീസ് എന്ന് പറഞ്ഞാൽ ആ യന്ത്രങ്ങൾ, വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ, അതിനൊക്കെ നമ്മൾ ഒറ്റത്തവണ ഇവിടെ നിക്ഷേപം നടത്തുന്നുള്ളൂ. അവ ഉടമസ്ഥാവകാശ അടിസ്ഥാനത്തിലായിരിക്കാം, വാങ്ങൽ പണയ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇത് 1 കോടി രൂപയിൽ കൂടാൻ പാടുള്ളതല്ല. ഈ ചെറുകിട വ്യവസായങ്ങളിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് 1 കോടി രൂപയിൽ കൂടാൻ പാടുള്ളതല്ല. 1 കോടിയിൽ എക്സീഡ് ആവാൻ പാടില്ല. അവർ നിക്ഷേപം ഇറക്കുന്നത് അവരുടെ യന്ത്രങ്ങളിലേക്കും പ്ലാന്റുകളിലേക്കും എല്ലാത്തിനും കൂടെ ഉള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് 1 കോടി രൂപയിൽ കൂടാൻ പാടുള്ളതല്ല. അപ്പോൾ ഇങ്ങനത്തെ കീ പോയിൻറ്റ്സ് ഇവിടെ ഓർത്ത് വെക്കുക. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ കാര്യത്തിൽ 1 കോടി രൂപയാണ് ലിമിറ്റ് എന്നുള്ളത് ഓർക്കുക. നെക്സ്റ്റ് വൺ ടൈനി ഇൻഡസ്ട്രീസ്. എന്താണ് ടൈനി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ? അത് തീരെ ചെറിയ വ്യവസായങ്ങൾ. എന്താണ്? വ്യവസായ യന്ത്രങ്ങളിലും പ്ലാന്റുകളിലും നിക്ഷേപിക്കുന്ന മൂലധനം 25 ലക്ഷത്തിലും കൂടാത്ത വ്യവസായങ്ങളാണ് തീരെ ചെറിയ വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ടൈനി ഇൻഡസ്ട്രീസിൻ്റെ കേസിലാണെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അവരുടെ നിക്ഷേപം എന്ന് പറയുന്നത് 25 ലക്ഷത്തിൽ കൂടാത്ത രീതിയിലുള്ളൊരു എമൗണ്ടാണ് അവർ ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇതിനെയാണ് തീരെ ചെറിയ വ്യവസായം അഥവാ ടൈനി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. എമൗണ്ട് 25 ലാക്ക്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ കേസിൽ അത് 1 crore ആണ്. ടൈനി ഇൻഡസ്ട്രീസിൻ്റെ കേസിൽ 25 ലാക്കിൽ എക്സീഡ് ആവാൻ പാടില്ലാത്ത എമൗണ്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ ആൻസിലറി ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. എന്താണ് ആൻസിലറി ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ, മറ്റൊരു വ്യവസായത്തിന് വേണ്ടി ഒരു സ്ഥാപനം 50% കുറയാത്ത ഉൽപ്പാദനം നടത്തുന്നുണ്ടെങ്കിൽ അത്തരം വ്യവസായങ്ങളെ വിളിക്കുന്ന പേരാണ് ആൻസിലറി ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് അഥവാ അനുബന്ധ വ്യവസായങ്ങൾ എന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ സ്ഥിര നിക്ഷേപം 1 കോടിയിൽ കവിയാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ സ്ഥിര നിക്ഷേപം എന്താണ്? 1 കോടിയിൽ കവിയാൻ പാടില്ല, എക്സീഡ് ആവാൻ പാടില്ല 1 കോടിയിൽ. അപ്പോൾ ഈ ആൻസിലറിക്ക് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഓരോ കമ്പനി, വലിയ വലിയ കമ്പനീസൊക്കെ അവരുടെ എല്ലാ ജോലിയും ചെയ്യുന്നത് അവർ മാത്രമായിരിക്കില്ല. അവരിങ്ങനെ ഔട്ട്സോഴ്സിങ്ങിനായിട്ടോ അവരിങ്ങനെ മറ്റുള്ള ചെറുകിട വ്യവസായങ്ങൾക്ക് അവരുടെ ഓരോ സാധനങ്ങൾ, ഓരോ എക്യുപ്മെൻറ്റ്സ് അതൊക്കെ ഉണ്ടാക്കാനും, ഈ ഓട്ടോമൊബൈൽസിൻ്റെ ഒക്കെ ഫീൽഡിലൊക്കെ ആകുമ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ടാവും. ഈ റെയിൽവേ എൻജിൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ചെയ്യാൻ വേറെ മറ്റൊരു സ്ഥാപനങ്ങൾക്ക്, മറ്റൊരു വ്യവസായങ്ങൾക്ക്, ചെറുകിട വ്യവസായങ്ങൾക്ക് കൊടുക്കും. അപ്പോൾ അതാണ് പറയുന്നത്, ഈ 50% കുറയാത്ത ഉൽപ്പാദനം നടത്തുക മറ്റൊരു വ്യവസായത്തിൻ്റെ, അവരുടെ സ്വന്തം വ്യവസായമല്ല, മറ്റൊരു വ്യവസായത്തിൻ്റെ 50% കുറയാത്തൊരു ഉൽപ്പാദനം നടത്തുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യവസായങ്ങളാണ് നമ്മൾ ആൻസിലറി ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്ട്സ് എത്തിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ബിസിനസ്സുകാർ ചെറുകിട കമ്പനീസിന്, ചെറുകിട വ്യവസായം, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് അവരുടെ വർക്ക് കൊടുക്കും. അതിനെയാണ് നമ്മൾ ആൻസിലറി ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വില്ലേജ് ഇൻഡസ്ട്രീസ്. എന്താണ് വില്ലേജ് ഇൻഡസ്ട്രീസ് എന്ന് നോക്കാം, അഥവാ ഗ്രാമ വ്യവസായങ്ങൾ. ഇത്തരം യൂണിറ്റുകൾ ഗ്രാമപ്രദേശങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. യന്ത്രസാമഗ്രികളിലും പ്ലാന്റിലും ഉള്ള ഇവയുടെ നിക്ഷേപം 50,000 രൂപയിൽ കൂടാൻ പാടുള്ളതല്ല. ഓക്കെ, അപ്പോൾ വില്ലേജ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഗ്രാമ വ്യവസായങ്ങൾ. ഇതിൻ്റെ മെയിനായിട്ട് ഇത് ഫങ്ഷൻ ചെയ്യുന്നത് എവിടെയാണ്? റൂറൽ ഏരിയാസിലാണ്.
അപ്പോൾ ഇത്രയും യൂണിറ്റുകൾ ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. പിന്നെ അവർ പ്ലാന്റ് ആൻഡ് മെഷീനറീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഇൻ ദ കേസ് ഓഫ് വില്ലേജ് ഇൻഡസ്ട്രീസിൽ 50,000 rupees കൂടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് വൺ നമ്മൾ നോക്കിയത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആയിരുന്നു. അതിൻ്റെ ലിമിറ്റ് വന്നിട്ട് 1 crore ആണ്. ടൈനി ഇൻഡസ്ട്രീസിൻ്റെ കേസിൽ 25 lakh ആണ്. ആൻസിലറി ഇൻഡസ്ട്രീസിൻ്റെ കേസിൽ 1 crore ആണ്. അത് 50% വേറൊരു മറ്റൊരു വ്യവസായത്തിൻ്റെ ഉൽപ്പാദനം നടത്തുന്നതാണെങ്കിൽ 1 crore ആണ്. അതിൽ എക്സീഡ് ആവാൻ പാടില്ല. വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ കേസിൽ 50,000 ആണ് പറഞ്ഞത്. ഈ ഒരു സാധനം നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കണം. എത്രയാണ് ഓരോരോ ടൈപ്സ് ഓഫ് സ്മോൾ ബിസിനസ്സിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് നിക്ഷേപം ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ടും വരാറുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ കോട്ടേജ് ഇൻഡസ്ട്രീസ് അഥവാ കുടിൽ വ്യവസായങ്ങൾ. എന്താണ് കുടിൽ വ്യവസായം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുടിൽ വ്യവസായം എന്നത് ചെറിയ തോതിലുള്ള തൊഴിലാളികളെ ഉപയോഗിച്ച് വീട്ടിൽ ബിസിനസ് നടത്തുന്നവയാണ്. അംഗങ്ങളെ ഉപയോഗിച്ച് വീട്ടിൽ ബിസിനസ് നടത്തുന്നതാണ്. അംഗങ്ങളെ ഒരേ കുടുംബം, മതവിഭാഗങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാകാം. ചെറുകിട വ്യവസായത്തിലെ തൊഴിലാളികളിൽ ഭൂരിഭാഗവും പരമ്പരാഗത കരകൗശല തൊഴിലാളികളാണ്. അതാണ് കുടിൽ വ്യവസായം എന്ന് പറയുന്നത്. കോട്ടേജ് ഇൻഡസ്ട്രീസ് നമ്മുടെ ഈ കളിമൺ പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലത്തെ കോട്ടേജ് ഇൻഡസ്ട്രീസ്. പക്ഷെ അത് നമ്മൾ ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരേ മതവിഭാഗക്കാരായിരിക്കും, അല്ലെങ്കിൽ ഒരു കുടുംബം ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഒരേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരായിരിക്കും ഈ ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്നത്. നമ്മൾ കാണാം ഈ കുശവന്മാരൊക്കെ പാത്രങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഒരു ഫാമിലി ആയിട്ട് അവരത് ചെയ്യുന്നതാണ്. അവരുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ അത് ചെയ്യുന്നതൊക്കെ കാണാം. അതുപോലെ ഓരോ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ റോഡ് സൈഡിലൊക്കെ വെക്കാം. നോർത്ത് ഇന്ത്യൻസൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരേ കമ്മ്യൂണിറ്റിയിലൊക്കെ പെട്ട ആളുകളാണ് ഇങ്ങനത്തെ ഒരു ബിസിനസ് ചെയ്യുന്നത്. ബിസിനസ് അഥവാ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ വരുന്നതാണ് ഈ കോട്ടേജ് ഇൻഡസ്ട്രീസ് അഥവാ കുടിൽ വ്യവസായങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വൺ മൈക്രോ ബിസിനസ് എൻ്റർപ്രൈസ്. എന്താണ് മൈക്രോ ബിസിനസ് എൻ്റർപ്രൈസ്? മൈക്രോ ബിസിനസ് സംരംഭങ്ങൾ യന്ത്രസാമഗ്രികളിലും പ്ലാന്റിലുമുള്ള സ്ഥിര വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടാത്ത സംരംഭങ്ങളാണ് മൈക്രോ ബിസിനസ് സംരംഭങ്ങൾ എന്ന് പറയുന്നത്. അപ്പം മൈക്രോ ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ കാര്യത്തിൽ 1 lakh എക്സീഡ് ആവരുത്. അവരുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ വരുന്ന ആ ഒരു വരുമാനം അവർക്ക് 1 ലക്ഷം രൂപയിൽ കൂടാത്ത ബിസിനസ്സുകളെയാണ് മൈക്രോ ബിസിനസ് എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സ്മോൾ സ്കെയിൽ സർവീസ് ആൻഡ് ബിസിനസ് എൻ്റർപ്രൈസസ് SSSBE. അതെന്താണ്? ചെറുകിട സേവന ബിസിനസ് എൻ്റർപ്രൈസസ്. ഭൂമിയും കെട്ടിടവും ഒഴികെ 5 ലക്ഷം രൂപ വരെ സ്ഥിര ആസ്തിയിൽ നിക്ഷേപമുള്ള SSSBE വ്യവസായവുമായി ബന്ധപ്പെട്ട സേവന ബിസിനസ് സംരംഭങ്ങളെ ചെറുകിട സേവന ബിസിനസ് എൻ്റർപ്രൈസസ് എന്ന് വിളിക്കുന്നു. ഈ പരിധി 1 ദശലക്ഷം രൂപയെ സെപ്റ്റംബർ 2000 മുതൽ ഉയർത്തി. ഓക്കെ, സ്മോൾ സ്കെയിൽ സർവീസ് ആൻഡ് ബിസിനസ് എൻ്റർപ്രൈസസിൻ്റെ കേസിൽ 5 ലക്ഷം രൂപ വരെയാണ് സ്ഥിര ആസ്തിയിലുള്ള നിക്ഷേപം. ഓക്കെ, ഇവിടെ 5 ലക്ഷമാണ്. മൈക്രോ ബിസിനസ്സിൻ്റെ കേസിൽ 1 ലക്ഷം രൂപ വരുമാനത്തിൽ കൂടാൻ പാടില്ല. സ്മോൾ സ്കെയിൽ സർവീസസ് ആൻഡ് ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ കേസിൽ 5 ലക്ഷം രൂപ വരെ ആസ്തിയിൽ നിക്ഷേപമുള്ള ഈ SSSBE വ്യവസായവുമായി ബന്ധപ്പെട്ട സേവന സംരംഭങ്ങളെ ചെറുകിട സേവന ബിസിനസ് എൻ്റർപ്രൈസസ് എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് വൺ അവന്യൂസ് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. സ്വയം തൊഴിൽ സാധ്യമാക്കുന്ന മേഖലകളെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ചെറുകിട ചില്ലറ കച്ചവടം, വ്യക്തിഗത വൈദഗ്ധ്യം അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങൾ. അതിന് ഉദാഹരണമാണ് തയ്യൽ, വാച്ച് റിപ്പയറിങ്. ഈ ടൈലറിംഗ് ഒക്കെ നമുക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റിലൂടെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ പ്രൊഫഷണൽ യോഗ്യതകളെ അടിസ്ഥാനമാക്കിയുള്ള തൊഴിലുകൾ, ചെറുകിട കൃഷി, ഗ്രാമീണ കുടിൽ വ്യവസായങ്ങൾ, കല, കരകൗശല വിദ്യകൾ, സ്വർണ്ണപ്പണി, ഇരുമ്പുപണി. ഇതൊക്കെ അവന്യൂസ് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. സ്വയം തൊഴിൽ സാധ്യമാക്കുന്ന പലതരം മേഖലകളാണ് ഈ ചെറുകിട ചില്ലറ കച്ചവടവും, ടൈലറിങ്, വാച്ച് റിപ്പയറിങ്, കൃഷി, ചെറുകിട കൃഷി, ഗ്രാമീണ കുടിൽ വ്യവസായങ്ങൾ, കരകൗശല വിദ്യകൾ, സ്വർണ്ണപ്പണി, ഇരുമ്പ് പണി. ഇതിലൂടെയൊക്കെ നമുക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതാണ് സ്വയം തൊഴിൽ സാധ്യമാക്കുന്ന പലതരം മേഖലകളാണ് ഇതൊക്കെ കേട്ടോ. നമുക്ക് ടൈലറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ വേറെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ വേറെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഡ്രൈപ്പിംഗ് ആർട്ടിസ്റ്റ്, ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫേഴ്സ്, കാർപ്പൻറ്റേഴ്സ്. പിന്നെ ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി വർക്കേഴ്സൊക്കെ ഇങ്ങനെ ഒരു കരാറടിസ്ഥാനത്തിൽ സ്വന്തമായിട്ട് ചെയ്യുന്ന ആളുകളില്ലേ ഇൻഡസ്ട്രി സെക്ടറിലൊക്കെ. അങ്ങനെയൊക്കെ പല മേഖലകളിലും നമുക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ, അവർക്കൊക്കെ സെൽഫ് എംപ്ലോയ്മെൻറ്റിലൂടെയാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അവന്യൂസ് ഓഫ്
സെൽഫ് എംപ്ലോയ്മെൻറ്റ്, സ്വയം തൊഴിൽ സാധ്യമാകുന്ന മേഖലകളെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിസ്ക്രൈബ് ദ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് പ്രൊവൈഡ്സ് ടു ദ സ്മോൾ സ്കെയിൽ ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സ്മോൾ സ്കെയിൽ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് ഇതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, നബാർഡ് എന്താണെന്ന് നോക്കാം. നബാർഡ് 1982 സ്ഥാപിക്കപ്പെട്ടത്. ഗ്രാമപ്രദേശങ്ങളിലെ തൊഴിൽ രഹിതർക്കും വേണ്ടത്ര തൊഴിലില്ലാത്തവർക്കും സ്ഥായിയായ വരുമാനമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നബാർഡിൻ്റെ ഫുൾ ഫോം എന്താണ്? വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ നബാർഡ്. അപ്പോൾ ഇതിൻ്റെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ റാൻഡംലി ഏതെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഇത് വരും. ഓക്കെ, അപ്പോൾ നബാർഡിൻ്റെ ഫുൾ ഫോം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എപ്പോഴും റിപ്പീറ്റഡ് ആണ്. നോക്കുക, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നബാർഡ് എപ്പോഴാണ് ഫോം ചെയ്തത്? 1982, 1982 സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ നബാർഡ് എവിടെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്? നബാർഡ് ഗ്രാമപ്രദേശങ്ങളിലാണ്, റൂറൽ ഏരിയാസിലാണ്. ആ പേരിൽ തന്നെ ഉണ്ട്, റൂറൽ ഡെവലപ്മെൻറ്റ് ആണ് അതിൻ്റെ മെയിൻ ലക്ഷ്യം. ഗ്രാമപ്രദേശങ്ങളിലെ തൊഴിൽ രഹിതർക്കും വേണ്ടത്ര തൊഴിലില്ലാത്തവർക്കും സ്ഥായിയായ വരുമാനമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നാണ് ഇതിൻ്റെ നബാർഡിൻ്റെ പ്രധാന ലക്ഷ്യം. ഫോം ചെയ്തത് 1982. മെയിനായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഏരിയാസ് റൂറൽ ഏരിയാസിലാണ്, ഗ്രാമപ്രദേശങ്ങളിലാണ്. മെയിൻ എയിം എന്താണ്? അവരുടെ ഒബ്ജക്റ്റീവ് എന്താണ്? തൊഴിലില്ലാത്തവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, NSIC, നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. എന്താണ്? രാജ്യത്തിൽ ചെറുകിട വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കാനും വളർത്താനുമായി 1955 സ്ഥാപിതമായതാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പർച്ചേസ് പ്രോഗ്രാമിൽ പങ്കാളികളാകാൻ താല്പര്യമുള്ളവർക്ക് രജിസ്ട്രേഷൻ നൽകുക എന്നതാണ് പ്രധാന ദൗത്യം. ഓക്കെ, അപ്പോൾ NSIC ഫുൾ ഫോം നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അത് രാജ്യത്തിലെ ചെറുകിട വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കാനും വളർത്താനുമായിട്ട് എന്നാണ് ഫോം ചെയ്തത്? 1955 NSIC സ്ഥാപിതമായത്. അവരുടെ പ്രധാന ദൗത്യം എന്താണ്? കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പർച്ചേസ് പ്രോഗ്രാമിൽ പങ്കാളികളാകാൻ താല്പര്യമുള്ളവർക്ക് രജിസ്ട്രേഷൻ നൽകുക എന്നതാണ് പ്രധാന ദൗത്യം. ഓക്കെ, നെക്സ്റ്റ്, SISI, സ്മോൾ ഇൻഡസ്ട്രി സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഓക്കെ, എന്താണെന്ന് നോക്കാം. ടെക്നിക്കൽ സപ്പോർട്ട് സർവീസ് നൽകുക, സംരംഭകത്വ വികസന പരിപാടികൾ നടത്തുക, ആരംഭിക്കൽ സംബന്ധിച്ച പരിപാടികൾക്ക് മുൻകൈ എടുക്കുക. ഇപ്പോൾ സ്മോൾ ഇൻഡസ്ട്രി സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നമുക്ക് വേണ്ടിയിട്ടുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട് സർവീസസ് ഒക്കെ നൽകുന്നത്. അതുപോലെ ഈ സംരംഭകത്വ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നതും ഈ സ്മോൾ ഇൻഡസ്ട്രി സർവീസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. പിന്നെ നമുക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, അത് സ്മോൾ ഇൻഡസ്ട്രീസ് നമുക്ക് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, അത് ആരംഭിക്കാനും സ്ഥാപിക്കാനും വേണ്ടിയിട്ടുള്ള സംബന്ധിച്ചിട്ടുള്ള എല്ലാ പരിപാടികൾക്കും മുൻകൈ എടുക്കുന്നതും ഈ സ്മോൾ ഇൻഡസ്ട്രി സർവീസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, സിഡ്കോ നോക്കാം. സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. സിഡ്കോ ഫുൾ ഫോം സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അതെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ദുർലഭമായ അസംസ്കൃത വസ്തുക്കൾ സംഭരിക്കുകയും അവ സംരംഭകർക്ക് നൽകുകയും ചെയ്യുക. നെക്സ്റ്റ് വൺ, ഹയർ പർച്ചേസ് അടിസ്ഥാനത്തിൽ യന്ത്രങ്ങൾ നൽകുക, വിപണന സഹായം നൽകുക, ചെറുകിട മേഖലയിൽ സംയുക്ത സംരംഭങ്ങൾ നടത്തുക. ഓക്കെ, അപ്പോൾ ദുർലഭമായി നമുക്ക് അത്ര അവൈലബിൾ അല്ലാത്ത റോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഈ സ്മോൾ എൻ്റർപ്രൈസസിലേക്ക് എത്തിക്കുന്നതും അത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ സിഡ്കോ വഴിയാണ്. അതുപോലെ ഹയർ പർച്ചേസ് അടിസ്ഥാനത്തിൽ യന്ത്രങ്ങൾ നൽകുക, അവർക്ക് ഒന്നിച്ച് പേയ്മെൻ്റ് ഒന്നും ചെയ്യാതെ യന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒരു സബ്സിഡി നിരക്കിൽ അവരുടെ പ്ലാന്റ് ആൻഡ് മെഷീനറീസൊക്കെ അവർക്ക് എത്തിക്കുന്നത്, മെഷീനറീസും കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത് സിഡ്കോയിലൂടെയാണ്. അതുപോലെ ചെറുകിട മേഖലയിൽ സംയുക്ത സംരംഭങ്ങൾ തുടങ്ങുക, വിപണന സഹായം നൽകുക, ഇതൊക്കെയാണ് സിഡ്കോയിലൂടെ കിട്ടുന്നത്. നെക്സ്റ്റ്, NSIC, നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഹയർ പർച്ചേസ് അടിസ്ഥാനത്തിൽ യന്ത്രങ്ങൾ നൽകുക, ഉപകരണങ്ങൾ പാട്ടത്തിന് നൽകാൻ സൗകര്യമുണ്ടാക്കുക, വിപണന സഹായം നൽകുക. ഓക്കെ, അപ്പോൾ NSIC എന്ന് പറഞ്ഞാൽ നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്.
ഹയർ പർച്ചേസിൻ്റെ അടിസ്ഥാനത്തിൽ യന്ത്രങ്ങൾ നൽകുന്നുണ്ട്. നമുക്ക് വേണ്ട ആവശ്യമായ നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ യന്ത്രങ്ങളൊക്കെ ഹയർ പർച്ചേസ് അടിസ്ഥാനത്തിൽ അവർ നൽകുന്നുണ്ട്. അതുപോലെ ഉപകരണങ്ങളൊക്കെ പാട്ടത്തിനും ലീസിനും പണയത്തിനും അതുപോലെയൊക്കെ നൽകുന്നുണ്ട്. ഉപകരണങ്ങളൊക്കെ നമുക്ക് വേണ്ടത്. അതുപോലെ വിപണന സഹായവും നൽകുക എന്നതാണ് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ഏരിയാസ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഡെഫിനിഷൻ പഠിക്കണം. എന്താണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർ ഏതെങ്കിലും ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അത് അവരുടേതായ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും അവരുടെ കൺട്രോളിലും മാനേജിങ്ങിലും ഒക്കെ അവരുടെ കൺട്രോളിലായിരിക്കുന്ന ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. Okay, അപ്പോൾ when an individual engages in any economic activity and manage its own, it is also known as self-employment എന്ന് പറയുന്നത്. പിന്നെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടേതായ ടേക്ക് ഓൾ ടൈപ്സ് ഓഫ് റിസ്ക്, അവരുടേതായ എല്ലാ റിസ്ക്കും എടുത്തിട്ടാണ് അവരത് ചെയ്യുക. പിന്നെ വിത്ത് ഓർ വിത്തൗട്ട് സം അസിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ വെക്കാതെ തന്നെ അവരുടെ ഉടമസ്ഥയിൽ അവർക്ക് മൊത്തം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ പുട്ട് ഇൻ ദെയർ ബെസ്റ്റ് എഫേർട്ട്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എഫേർട്ട് എടുത്തിട്ട് അവരത് ചെയ്യും. അതുപോലെ എൻറ്റയർ ഏർണിങ്സ് ഗോസ് ടു ദം, എല്ലാ ഏർണിങ്സും അവർക്കാണ്. അത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട, അതിനൊരു പാർട്ട്ണർഷിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിൻ്റെ എല്ലാ ഏർണിങ്സും കാര്യങ്ങളും റിസ്ക്കും കാര്യങ്ങളും ഏർണിങ്സും ഒക്കെ അവർ തന്നെയാണ് ബെയർ ചെയ്യുന്നത്. ഓക്കെ, ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ പേഴ്സൺ, ഒരു പേഴ്സൺ ആണ് അത് ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതോ അത് അവരുടെ കൺട്രോളിലായിരിക്കും. അപ്പോൾ അതിന് മൊത്തത്തിലുള്ള നടത്തിപ്പും കാര്യങ്ങളും ഒക്കെ ആ ഒരു ഉടമസ്ഥനെ സംബന്ധിച്ച കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഫീച്ചേഴ്സ് പ്രത്യേകത ഇമ്പോർട്ടൻസ് ഒക്കെ നോക്കി. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെറുകിട വ്യാപാരത്തിൻ്റെ വളർച്ചയാണത്. പിന്നെ ആണെങ്കിൽ സമ്പാദ്യത്തിൻ്റെ വ്യാപ്തി, പിന്നെ സേവനങ്ങളുടെ ഗുണനിലവാരം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. വൻകിട വ്യവസായങ്ങൾക്കുള്ളൊരു ബദലാണ് ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. പിന്നെ ഉപരിപഠനത്തിൽ കഴിയാത്തവർക്കൊക്കെ അവസരങ്ങളുണ്ട്. ഒക്കെ അവരുടെ സ്വന്തമായിട്ടുള്ള വൈദഗ്ധ്യം കൊണ്ടും അവരുടെ സ്കില്ല് കൊണ്ടും ഒക്കെ അവർക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സ്മോൾ ബിസിനസ് നോക്കി. സ്മോൾ ബിസിനസ്സിൽ എന്തായിരുന്നു പറഞ്ഞത്? ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഫോം ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ്സാണ് സ്മോൾ ബിസിനസ്. അപ്പോൾ അതിനാണെങ്കിൽ ഒരു ചെറിയ നിശ്ചിതമായിട്ടൊരു എമൗണ്ട് വേണം. ആ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണം അവർ ആ സ്മോൾ ബിസിനസ് തുടങ്ങാൻ. പിന്നെ അവർക്ക് ഡെയിലി അഫയേഴ്സും ദൈനംദിന കാര്യങ്ങളിലൊക്കെ ഉടമസ്ഥന് നേരിട്ട് തന്നെ ഇടപെടാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു ഫങ്ഷൻ ചെയ്യുന്ന ആ ഒരു ഏരിയ വളരെ പരിമിതമായിരിക്കും. പിന്നെ ഫലം കിട്ടുന്നതിനൊന്നും അത്ര താമസമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് അതിൽ നിന്ന്. പിന്നെ ചെറുകിട വ്യവസായം, കുടിൽ വ്യവസായം, ചെറുകിട കൃഷി, തൊഴിൽ, കരകൗശല വ്യവസായം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ടൈപ്സ് ഓഫ് സ്മോൾ ബിസിനസ് പറഞ്ഞു. ഇവിടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ കേസിൽ അവിടെ വരുന്ന നിക്ഷേപം എമൗണ്ട് എത്രയാണ്? 1 കോടി രൂപയിൽ കൂടാൻ പാടുള്ളതല്ല. ടൈനി ഇൻഡസ്ട്രീസിൻ്റെ കേസിൽ 25 lakhൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. ആൻസിലറി ഇൻഡസ്ട്രിയലിൻ്റെ കേസിലാണെങ്കിൽ 50% കുറയാത്ത ഉൽപ്പാദനം അവർ നടത്തുകയും വേണം. ഇതിൻ്റെ സ്ഥിര നിക്ഷേപം 1 കോടിയിൽ എക്സീഡ് ആവാൻ പാടില്ല. വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ കേസിൽ 50,000 കൂടാൻ പാടില്ല. കോട്ടേജ് ഇൻഡസ്ട്രീസിൻ്റെ കേസിൽ എത്രയായിരുന്നു പറഞ്ഞത്? അതിന് ലിമിറ്റ് ഇല്ല കേട്ടോ. കോട്ടേജ് ഇൻഡസ്ട്രീസിൻ്റെ കേസിൽ പ്രത്യേകിച്ച് ലിമിറ്റ് പറയുന്നില്ല. മൈക്രോ ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ കേസിൽ 1 lakh രൂപയിൽ കൂടാൻ പാടില്ല. സ്മോൾ സ്കെയിൽ സർവീസസ് ആൻഡ് ബിസിനസ്സിൻ്റെ കേസിൽ 5 ലക്ഷം രൂപ വരെ സ്ഥിര ആസ്തിയിൽ നിക്ഷേപമുള്ളതായിരിക്കണം. പിന്നെ നമ്മൾ ഇതിൻ്റെ സ്വയം തൊഴിൽ സാധ്യമാകുന്ന മേഖലകളെ പറ്റി ഡിസ്കസ് ചെയ്തു. ചെറുകിട ചില്ലറ കച്ചവടം, വ്യക്തിഗത വൈദഗ്ധ്യം, അടിസ്ഥാനമായിട്ടുള്ള സേവനങ്ങൾ, അതെന്തൊക്കെയാണ്? തയ്യൽ, വാച്ച് റിപ്പയറിംഗ് എക്സെട്ര. പ്രൊഫഷണൽ യോഗ്യതകൾ അടിസ്ഥാനമാക്കിയുള്ള തൊഴിലുകൾ ചെയ്യാം. ചെറുകിട കൃഷി, ഗ്രാമീണ കുടിൽ വ്യവസായങ്ങൾ, കരകൗശല വിദ്യകൾ, സ്വർണ്ണപ്പണി, ഇരുമ്പുപണി, ഇതൊക്കെ ഇതിന് അവന്യൂസ് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. സ്വയം തൊഴിൽ ചെയ്യാൻ സാധ്യമാക്കുന്ന പലതരം മേഖലകളാണ് നമ്മളിപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇപ്പോൾ റീസെൻ്റായിട്ട് പറഞ്ഞു. അതേതാണ്? നബാർഡ് ഫോം ചെയ്തത് 1982 നബാർഡ് എവിടെയാണ്? അതിൻ്റെ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എവിടെയാണ്? റൂറൽ ഏരിയാസിലാണ്, ഗ്രാമപ്രദേശങ്ങളിലാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നാണ് ലക്ഷ്യം. NSIC പറഞ്ഞു, അത് ഫോം ചെയ്തത് 1955 പിന്നെ നമ്മൾ SISI പറഞ്ഞു, സ്മോൾ ഇൻഡസ്ട്രി സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സിഡ്കോ പറഞ്ഞു, സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. NSIC നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഓക്കെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഒരു 10 ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് നോക്കാം.
First one, full form of NABARD, National Bank for Agriculture and Rural Development. Second one, what is the role of a self-employed person? Answer, run their business for themselves and take responsibility for its success or failure. Third question, advantage of self-employed occupation. Answer, being able to work wherever you want. Fourth question, full form of NSIC, National Small Industries Corporation Limited. Fifth question, maximum investments allowed in a village industries, 50,000. Sixth question, maximum investment allowed in a tiny industries, 25 lakh. Seventh question, investment limit in small scale industries, 1 crore. Eighth question, in micro business enterprise, plant and machinery does not exceed rupees dash 1 crore. Ninth question, full form of SIDCO, Small Industries Development Corporation. 10th question, full form of SISI, Small Industries Service Institute. ഓക്കെ, അപ്പോൾ നമ്മൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞ സ്വയം തൊഴിൽ എന്ന ചാപ്റ്ററിന് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പം എന്തായാലും ഇപ്പം നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ള എല്ലാ ഏരിയാസും ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തായാലും നിങ്ങൾ പഠിക്കേണ്ടതാണ്. എക്സാമിന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും നന്നായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.